Hi all, I am Anisha Kunnamon, a BTech final year student of CSE Marcus College. Hey guys, I'm Gauridevi, a final year Electronics and Communication Engineering student of Mar Basilis College of Engineering and Technology, Trivandrum. Hi, I'm myself Joseph John Panikar, and I'm a final year BTech student from Basilis College, and I'm doing a BTech in Electric and Electronics. So here we have some questions from our juniors, so let's see. What are your views on this current COVID-19 pandemic situation prevailing in our country? എല്ലാവരും പോലെ തന്നെ ഒട്ടും ക്ലിയർ അല്ല എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ലൈക്ക് നമ്മുടെ ഇന്ത്യൻ എക്കണോമി എന്താവും, നമ്മുടെ ഫ്യൂച്ചർ എന്താവും, എങ്ങനെ എല്ലാവരും ഇത് സർവൈവ് ചെയ്യും, അങ്ങനെ കുറേ കൺഫ്യൂഷൻസ് ആണ് എനിക്ക്. I think we have reached to a point where we can blame anyone. രണ്ടും ഗവൺമെൻറ് സൈഡിലും നമ്മുടെ സൈഡിലും പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ ഒരു റിലീഫ് എന്ന് പറയുന്ന ന്യൂസ് എന്ന് പറയുന്നത് വാക്സിൻ ട്രയൽസ് ആണ്. വാക്സിൻ ട്രയൽസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് അറിയാൻ പറ്റി. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് ട്രയൽ ഓഫ് വാക്സിൻസും കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞു. സോ ഹോപ്പിംഗ് ഫോർ എ ബെറ്റർ ചേഞ്ച് സൂൺ. This deadly pandemic has struck all the existing sectors. What are the main effects of this pandemic on your studies? Of course, as you all know, ഞങ്ങൾ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആണ്. ഞങ്ങൾക്ക് ക്ലാസ് കിട്ടിയിട്ടില്ല, ലൈബ്രറി ഫെസിലിറ്റീസ് ഇല്ലായിരുന്നു, പ്രൊജക്റ്റിന് വേണ്ടി നമ്മുടെ കോളേജിന് റിസോഴ്സസ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ഓഫ് കോഴ്സ് സ്റ്റഡീസിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയ കാര്യങ്ങളാണ്. ഞങ്ങൾ ആക്ച്വലി ഒരു പ്രീ ട്രെയിനിങ് പോലെ ജോബിന് കയറുന്നതിന് മുന്നേ ഒരു പ്രീ ട്രെയിനിങ് പോലെ കോച്ചിങ്ങിന് പോകാൻ പ്ലാൻ ചെയ്തിരുന്നതാണ്. അപ്പോൾ ഇനി അതെല്ലാം ഓൺലൈൻ കോഴ്സസ് നോക്കേണ്ടി വരും. അതർ പാർട്ട് ഇസ് ദാറ്റ് അബൌട്ട് ദ പ്ലേസ്മെന്റ്സ്. കുറേ പേർക്ക് പ്ലേസ്മെന്റ്സ് പോകാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ബിക്കോസ് എക്സാം തീരാത്തതുകൊണ്ട് മാത്രമല്ല, ഇപ്പോഴത്തെ സിറ്റുവേഷൻ ബിക്കോസ് ഓഫ് ദ സിറ്റുവേഷൻ the companies are hesitating to hire you. And I think third point is that about the students who are actually willing to go for higher studies, avarkum prashnaayittirikkunnu because of these conditions. Can you just brief out the procedures involved in the campus selection process? Procedures involved in campus selections, campus process actually differs from company to company. In what we can say, a normal trend is that first we will have a written test followed by a group discussion, and afterwards you will have 2 or 3 sets of interview which includes technical as well as HR. So but it's not this procedure is not same for all the companies. Some companies they should it's not so compulsory to follow this order. It differs. So this is but these are the 3 things which normally happen. We start with exams and go with and followed by a group discussion, and really ends with 2 or 3 sets of interview. That is what I have really experienced. Some people in your college got placed and some didn't. What will be the main key factors that could affect both these types of people during this situation? സോ ഇങ്ങനൊരു സിറ്റുവേഷനിൽ രണ്ടുപേരെ, അതായത് പ്ലേസ്ഡ് ആയവരെയും പ്ലേസ്ഡ് അല്ലാത്തവരും ഒരുപോലെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. പ്ലേസ്ഡ് ആയിട്ട് കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോൾ നമ്മളെ അവർ കോൾ ചെയ്യും, എപ്പോൾ നമുക്ക് ജോബിൽ കയറാൻ പറ്റും ഒന്നും അറിയത്തില്ല. പ്ലേസ് അല്ലാത്തൊരു കേസ് പറയാനുണ്ടെങ്കിൽ കുറച്ചും കൂടി ചലഞ്ചിങ് ആണ് ഈ ഒരു സിറ്റുവേഷനിൽ ഒരു ജോബ് കണ്ടുപിടിക്കുന്നത്. ഡിഡ് യു ഗെറ്റ് എനി കൺഫർമേഷൻ ഓർ എനി നോട്ടിഫിക്കേഷൻ ഫ്രം ദ കമ്പനീസ് ടു വിച്ച് യു ആർ സെലക്ടഡ്? So I got placed in my 18th, 19th and 20th companies because ഞാൻ ഓഫ് ക്യാമ്പസ് പ്ലേസ്മെന്റ്സിന് പോകുമായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ടിൽ ഡിസംബർ ഞാൻ ഒരു കമ്പനിയിലും പ്ലേസ്ഡ് അല്ലായിരുന്നു. സോ പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇസ് ട്രൂലി എ മാറ്റർ ഓഫ് ലക്ക്. ബിക്കോസ് ആപ്റ്റ്യൂഡ് ടെസ്റ്റും ഒരു ടെക് ഇന്റർവ്യൂ വരെ ക്ലിയർ ചെയ്തിട്ട് യൂഷ്വലി ഞാൻ ഫൈനൽ ഇന്റർവ്യൂലാണ് എനിക്ക് പോകാറുള്ളത്. But if you really have a good communication skill and you are skilled in coding as well, നിങ്ങൾക്ക് placed ആവാൻ എളുപ്പമാണ്. And of course luck do matters. Yes, I got confirmation from all of the 3 companies by the end of March, and I'm waiting for the onboarding call from Ernst & Young. കോവിഡ് കാരണം അത് ഡിലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് മോസ്റ്റ്ലി ഞങ്ങളുടെ എക്സാംസ് കഴിയുമ്പോഴേക്കും ആ ലെറ്ററും വരും. സോ എനിക്ക് 2 കമ്പനിയിലാണ് സെലക്ഷൻ കിട്ടിയത്. അതിൽ ഒരു കമ്പനിയിൽ അവർ വെർച്വലി ഓൺ ബോർഡ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, കുറച്ച് ഫോംസ് ഒക്കെ ഫിൽ ചെയ്യാൻ വന്നിട്ടുണ്ട്. സെക്കൻഡ് കമ്പനി അതൊരു ഹോൾഡ് ഇമെയിലാണ് സെൻഡ് ചെയ്തത്. കുറച്ച് പേരെ മാത്രമേ അവരിപ്പോൾ കറന്റ്ലി എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. ബട്ട് ഇപ്പോൾ അവർ കൺഫർമേഷൻ പറഞ്ഞിട്ടുണ്ട്. There is a general trend in which people will flee to other countries for employment opportunities. Is this trend going to continue, or will everyone try to stay in their motherland? Yes, that was a general trend. But for the past few years, I have been noticing that many of the majority of people were still staying in the country.
because the job opportunities in India was actually increasing. There were a lot of job opportunities where they could have explored, but I really doubt this in post-COVID, because if the country is able to maintain the economy as well as thus creating new job opportunities, I think many would stay here itself in the motherland, because നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ വർക്ക് ചെയ്യുന്നതിന് ഒരു സുഖം വേറെയാണ്. Do you think this COVID-19 pandemic has decreased or increased competition in various recruitment fields? According to my viewpoint, I think ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഓഫ് കോഴ്സ് ഒരു കോമ്പറ്റീഷൻ കൂടിയിട്ടേ ഉള്ളൂ. കാരണം പല ഫേംസും കുറച്ച് ഡൗൺ ആണ് ഈ ഒരു സിറ്റുവേഷൻ കാരണം. സോ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല ഇത്രയും പേരെയും കൂടെ റിക്രൂട്ട് ചെയ്യുന്നത്. Yes, in this particular situation, the competition is so high. And ഇനി പണ്ടത്തെ പോലെ മാസ് റിക്രൂട്ട്മെന്റ് ഒന്നും തന്നെ കാണത്തില്ല. The companies prefer mostly the talented ones who has the ability to grasp and at the same time കുറച്ച് കോഡിംഗ് സ്കിൽസ് ആൻഡ് ന്യൂ ടെക്നോളജിക്കൽ സ്കിൽസ് ഉള്ളവരെ അവർ പ്രിഫർ ചെയ്യത്തുള്ളൂ. സോ മീൻ വൈൽ ഈ ടൈം ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഈ ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് കുറെ സ്കിൽസ് അക്വയർ ചെയ്യാൻ നോക്കണം. സോ യു ക്യാൻ ആക്ച്വലി വിൻ any recruitment process. Do you think of going for post-graduation or starting a startup during this COVID-19 pandemic situation? Well, in my view, I can say that it's better to go for post-graduation than sitting home unemployed. Right now, I think for this, especially this pandemic situation, it's very hard to get a job. So instead of wasting the time searching for a job, I would recommend to go for post-graduation. If you have a good financial stability at home, or if you get a good scholarship for post-graduation, then I would recommend you to go for post-graduation. Now the other side, starting a startup is not a bad choice if you are able to adapt to a situation of this pandemic, because you have to work more and you have to be more efficient. At the same time, you need to have a constant cash flow for your startup. I think then only your startup will be successful. So I think in my case I would go for post graduation. How is the condition going to affect the people with back papers? As we all know, ഇപ്പം ബാക്ക് പേപ്പേഴ്സ് ഉള്ളവർക്ക് ഭയങ്കര പ്രശ്നമാണ്. കാരണം ഇപ്പം നോട്ടിഫിക്കേഷൻ ആക്ച്വലി വന്നേക്കുന്നത് റെഗുലർ എക്സാംസിന്റെ കാര്യത്തിൽ മാത്രമാണ്. സോ ഇനി ഒരു പാൻഡമിക് സിറ്റുവേഷനൊക്കെ ഒന്ന് റിലാക്സ് ആയിട്ടാണ് കറന്റ് അവർ ഡിസൈഡ് ചെയ്തേക്കുന്ന ബാക്ക് പേപ്പേഴ്സ് ഉള്ളവർക്ക് ഒരു ചാൻസ് കൊടുക്കാൻ. സോ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ആ ഒരു ബാക്ക് പേപ്പേഴ്സ് ക്ലിയർ ചെയ്യാതെ അവർക്ക് മുന്നോട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. Can you give out your college life experience? Did college life change you in any way? I had lots of experience in my college life. Actually, college life taught me many things. It changed me in many ways. It helped me to admit my mistakes, my defeats, my failures. It helped me to taste the small essence of success. So it actually made an impact in my life. And moreover, it helped me to be who I am right now. It helped me to upscale my skills, polish my talents. So I think it really made a big impact in my life. This year was your last year at college and you didn't get the opportunity for a proper farewell. What do you want to say about that? ഞങ്ങൾക്ക് എല്ലാവർക്കും ഫെയർവെൽ വേണം എന്നുള്ളത് ഒരു ബിഗ്ഗസ്റ്റ് വിഷാണ്. കാരണം ഫെയർവെൽ ഇല്ലാതെ കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആവാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ട്രൂലി ഡിപ്രസിങ്. ബട്ട് വി ഹാവ് നോ അതർ ചോയ്സ്. ലൈഫ് ഹാസ് ടു മൂവ് ഓൺ. ബട്ട് എന്തെങ്കിലും ഒരു ദിവസം ഈ ഒരു സിറ്റുവേഷൻ ഒക്കെ നോർമലായി കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു ഫെയർവെൽ ഒക്കെ തരും എന്ന് പ്രതീക്ഷിക്കുന്നു. A piece of advice to your juniors and to those who are dreaming to take up engineering as a career. സോ അഡ്വൈസ് ഒന്നും കൊടുക്കാൻ ആരുമല്ല, ബട്ട് ഈ ഒരു 4 years എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോളേജ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് തരും നമുക്ക് ഒരുപാട് ഫീൽഡ്സിൽ. അതൊക്കെ യൂസ് ചെയ്യുക. പിന്നെ എല്ലാ ഫീൽഡ്സിലും ഒരുപോലെ ആക്റ്റീവായിട്ട് നിൽക്കുക. പിന്നെ ബാക്ക് പേപ്പേഴ്സ് ഒന്നും തന്നെ വരാണ്ട് മാക്സിമം അപ് ടു ഡേറ്റ് ആയിട്ട് പോവുക. കാരണം അങ്ങനെ ഒരു അപ് ടു ഡേറ്റ് ആയിട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു സിറ്റുവേഷൻ, ഒരു പാൻഡമിക് ഇപ്പോഴത്തെ പോലെ ഒരു സിറ്റുവേഷൻ വന്നാലും അത് നമ്മളെ എന്താ പറയുക ഒരു പെർസെൻറ്റേജ് വരെ അഫക്റ്റ് ചെയ്യത്തില്ല. അത് ശ്രദ്ധിക്കുക. പിന്നെ മോറോവർ കോളേജ് ലൈഫാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ മൊമെന്റ്സ്. അപ്പോൾ അത് മാക്സിമം എൻജോയ് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു. If you love engineering,
go for it. And moreover, don't confine yourself around the four walls of the classroom. Explore yourself, gain as much knowledge as you can, and always brush up your skills. Try to gain more skills, because it's really going to help you in the coming years of your life. So if you only take up engineering if you really love engineering, or else don't. So that's it. Thank you. If you really want to do engineering, then only you should take it. Because our particular journey, ഒരു less interested ആയിട്ടുള്ള ഒരു പേഴ്സണിന് ഭയങ്കര പാടായിരിക്കും. And it's always said and proven that an engineer can be anything in life, because those 4 years നമ്മളെ ട്രെയിൻ ചെയ്യുന്നത് ലൈഫിൽ ഏതൊരു സിറ്റുവേഷനെയും എങ്ങനെ ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാന്നുള്ളതായിരിക്കും. And engineering is not only about engineering, it is much more to be experienced. So yeah, and this is a piece of message to all my dear juniors. Hey guys, നിങ്ങൾക്കൊരു full year അങ്ങ് നഷ്ടപ്പെട്ടിരിക്കുകയാണ് because of COVID. And hopefully നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഈവൻ സെമിസ്റ്ററിന് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. But don't get disheartened, because one day or another things will get back to normal, because it has to get normal. And old normal ആയെങ്കിലും ഒരുവിധം എല്ലാം ശരിയാകും. And great opportunities are waiting for all of you. So just utilize the time in the right way and be happy and be the best among the crowd. Okay, bye bye.